ഹായ് ഹലോ, ഞാനൊരു അയിലക്കറിയുടെ റെസിപ്പി ആയിട്ട് വന്നതാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് ഒരു 3-4 ഇതൾ വെളുത്തുള്ളി ഞാൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആ ചൂടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അതേ പാൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ പപ്പായ ചെത്തി വെച്ചതാണ്. അത് പുറം നല്ല പഴുപ്പായി തോന്നി, പക്ഷേ ഉള്ളിൽ പച്ചയായിരുന്നു. അപ്പോൾ അതും എന്താ പറയുക, മൂഞ്ചിയ ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കാണിച്ചെന്നുള്ളൂ. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്ന് അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ 1/4 സ്പൂൺ വലിയ ജീരകം ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ തക്കാളിയൊക്കെ നല്ല വഴണ്ടി വന്ന് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അങ്ങനെ ഞാൻ ഇതിലേക്ക് തന്നെ ഒരു 3/4 ടീസ്പൂൺ എരിവുള്ള മുളകും പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ റെഡ് ചില്ലി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കാശ്മീരി. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ളൊരു പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിയൊക്കെ അവരാരും ഇഷ്ടാട്ടോ. ചിലർക്ക് പുളി നല്ല വേണ്ടി വരും, ചിലർക്ക് പാകത്തിനായിരിക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്ന രീതിക്ക് പുളി എടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള. ഇത് തിളച്ച് വന്നതിന് ശേഷം ഞാൻ കഴുകി വെച്ച അയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അയില ഇട്ട് കൊടുത്തു. അതിലേക്ക് ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെലും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഫസ്റ്റിലാക്കി വെച്ചിരുന്ന വെളുത്തുള്ളിയിൽ വെളിച്ചെണ്ണ മിക്സാക്കി വെച്ചിരുന്ന അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും കറി വെക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആ വെളുത്തുള്ളി ഒഴിച്ചതിൻ്റെ ഒരു അടിപൊളി മണം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കറി ഞങ്ങൾ എടുത്തു ഭക്ഷണം കഴിക്കാനിരുന്നു. കാരണം നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബായ്.